അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇദാ തവല്ലഅൽ അബ്ദു, ഒരടിമ വുളൂ ചെയ്തു, ഫതമൽമല, അവൻ വായിൽ വെള്ളം കുപ്പിളിച്ചു, ഖറജത് ഖതായാ മിൻ ഫീഹി, അവന്റെ ദോഷങ്ങൾ മുഴുവൻ അവന്റെ വായിലൂടെ ഒഴുകിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദസ്തൻസറ, അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ശാസ്ത്രീയതയാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ സുന്നത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. മൂക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും വന്ന് ചേരുന്ന ഒരിടമാണ്. കാരണം നിരന്തരമായിട്ട് ശ്വാസം അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്, ശ്വാസവും ഉച്ഛ്വാസവും. എത്ര സൂക്ഷ്മമായ പൊടികളാണെങ്കിലും ചെളിയാണെങ്കിലും ശ്വസിച്ചാൽ അത് മുകളിലേക്ക് അങ്ങ് കയറിപ്പോകും. നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളും രോമവൃതമാകുന്നത് പ്രായം കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ നാസാരന്ധ്രത്തിൽ അല്ലാഹു തആല ആ രോമങ്ങളെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അല്ലാഹു തആല അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ചെറിയ നനവിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ നനവ്. എന്തിന്? ഈ പൊടി അങ്ങ് ഉള്ളിലേക്ക് കയറി പോകരുത്, ശ്വാസകോശത്തിലെത്തരുത്. അവിടെ രോമങ്ങളും അപ്രകാരം ചെറിയ ഒരു നനവും നൽകി. എത്ര വലിയ ശാസ്ത്രീയമായ സംവിധാനമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ഡ്രസ്സ് അലക്കിയിട്ടാൽ അതിൽ കുറച്ച് നനവുണ്ട് എങ്കിൽ അതിലൂടെ പോകുന്ന പൊടികൾ മുഴുവൻ ആ ഡ്രസ്സിൽ വന്ന് ചേരുന്നത് പോലെ നനവുള്ളയിടത്ത് പൊടികൾ മുഴുവൻ പറ്റിപ്പിടിക്കും. അവിടെയാണ് അല്ലാഹു തആല നിങ്ങൾ വുളൂ ചെയ്യുമ്പോ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനൊപ്പം നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മാത്രമല്ല, ഖറജത് ഖതായാ മിൻ അൻഫിഹി, അവന്റെ മൂക്കിലൂടെ കുറെ ദോഷങ്ങൾ താഴേക്ക് പോകും. അവന്റെ മുഖം അവൻ കഴുകിയാൽ അവന്റെ മുഖത്തുകൂടെ ഒഴുകുന്ന അവസാനത്തെ തുള്ളിയിലൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. അവന്റെ കണ്ണിലൂടെ കളയുന്നതാണ്, അവന്റെ കയ്യിലൂടെ കഴിയുന്നതാണ്. കാല് കഴുകിയാൽ, ചെവി തടവിയാൽ, അങ്ങനെ ഓരോ അമലുകൾക്കും അല്ലാഹു തആല അവന്റെ പാപങ്ങളെ പൊറുക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതേ ഉണ്ടാവുള്ളൂ. നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയോ? നമുക്ക് പോരാടാൻ കഴിയോ? നമുക്ക് യുദ്ധക്കളങ്ങളിലേക്ക് എടുത്തു ചാടി ശരീരത്തെ സമർപ്പിക്കാൻ കഴിയോ? നമ്മൾ സ്വർഗം നേടേണ്ടത് ഇതുപയോഗിച്ചാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത്, അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും മനസ്സിൽ പ്രതിജ്ഞയെടുക്കേണ്ടത്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു വയോവൃദ്ധനായിരുന്നു, കാലിന് മുടന്തുള്ളയാളുമായിരുന്നു, നടക്കാൻ കഴിയില്ല, മുടന്തി നടക്കുന്നയാളായിരുന്നു. ഈമാൻ ശക്തമായി ഹൃദയത്തിൽ സൂക്ഷിച്ചയാളാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. ബദർ യുദ്ധം കൊടുമ്പിരിക്കൊള്ളാൻ സമയത്ത് മക്കള് സമ്മതം നൽകിയില്ല, അതുകൊണ്ട് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഉഹദിന്റെ സമയമായപ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ, എന്നെ ഒരിക്കലും നിങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് തടയരുത്, എനിക്ക് നിങ്ങൾ സമ്മതം നൽകണം. മക്കള് പറഞ്ഞു, ബാപ്പാ, നിങ്ങൾ വൃദ്ധനാണ്, തന്നെയുമല്ല നിങ്ങൾ മുടന്തനുമാണ്, നിങ്ങൾ ഒരിക്കലും ഞങ്ങളോടുകൂടെ പോരേണ്ടതില്ല പിതാവേ. നിങ്ങൾക്കിതാ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് കാരണം ബോധിപ്പിച്ചു കൊള്ളാം. ആ പിതാവ് പിന്നെ മക്കളോട് സംസാരിക്കാൻ നിന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി, നബിയേ, എന്റെ പിതാവ്, എന്റെ മക്കൾ എനിക്ക് സമ്മതം നൽകുന്നില്ല, എനിക്കങ്ങൊന്ന് പറയണം, എനിക്ക് വേണ്ടി മക്കളോട് അങ്ങൊന്ന് പറയണം നബിയെ. മക്കളോട് പറഞ്ഞു, നബി, മക്കളെ, നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹമല്ലേ ലഅല്ലല്ലാഹ് അൻ യർസുഖഹു ഷഹാദാ, അല്ലാഹു നിങ്ങളുടെ പിതാവിന് ഷഹാദത്ത് നൽകിയേക്കാം. തന്നെയുമല്ല, ഇന്നി അറാ, ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് പറയുകയാണ്, അൻ അതഅബി ഉർജതി അൽ ജന്ന, എന്റെ ഈ മുടന്തുള്ള കാലുമായി സ്വർഗ്ഗത്തിൽ എനിക്ക് കയറാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നബിയേ. ഇങ്ങനെയാണ് അവർ സ്വർഗ്ഗത്ത് പോയത്, ഇങ്ങനെയാണ് അവരതിൽ ചവിട്ടിയത്. യുദ്ധം കഴിഞ്ഞു, നബി തിരുമേനി ഇങ്ങനെ നോക്കുകയാണ്, ആരൊക്കെയാണ് ശുഹദാക്കളായത്. ഓരോരുത്തരെയും നോക്കി,
നോക്കിയപ്പോഴതാ വെട്ടേറ്റുകൊണ്ട് ചെഞ്ചായം അണിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല അൻഹു കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളാരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് നിങ്ങളാരെങ്കിലും മുറിവേറ്റാൽ, ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയാൽ, നാളെ അവൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്നത് രക്തത്തിന്റെ നിറം കുങ്കുമവർണ്ണമായിട്ടാണ്, ഗന്ധം കസ്തൂരിയുടെ ഗന്ധമായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് അവര് സ്വർഗത്തിൽ കടന്നത്. നമുക്ക് കടക്കാനോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഷഹാദത്തും ഈ വുളൂഉം ഈ സുന്നത്തുകളുമേ ഉള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എല്ലാ വസ്തുക്കൾക്കും നിസ്കാരമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. മരങ്ങളും വള്ളിച്ചെടികളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. കൗതുകകരമായ ഒരു ജ്ഞാനമാണ്. ഈ പുൽക്കൊടികൾ, മരങ്ങൾ, പക്ഷികൾ, പറവകൾ എല്ലാം അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്. ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് മനസ്സിലായില്ലേ? എല്ലാവരും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകളും. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു കാര്യം, കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. ശ്രദ്ധിക്കണേ, ഓരോന്നിനും അറിയാം അവയുടെ സ്വലാത്ത്. കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. ഓരോന്നിനും അറിയാം അതിന്റെ സ്വലാത്ത്, അതിന്റെ നിസ്കാരം, അതിന്റെ വാഴ്ത്തലുകൾ ഓരോന്നിനും അറിയാം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ എപ്പോഴാണോ അവയുടെ ജീവിതത്തിൽ അത് അവസാനിപ്പിക്കുന്നത്, തസ്ബീഹ് അവസാനിപ്പിക്കുന്നുവോ, സുജൂദ് അവസാനിപ്പിക്കുന്നുവോ, അപ്പോഴാണത്രേ അവയുടെ അജലെത്തുന്നത്. മാ ഉഖിദത് ത്വാഇറു വലൽ ഹൂതു ഇല്ലാ ബിതളയീഇ തസ്ബീഹ്. ഏതെങ്കിലും ഒരു പക്ഷി പിടിക്കപ്പെടുന്നുവെങ്കിൽ, ഒരു മത്സ്യം പിടിക്കപ്പെടുന്നുവെങ്കിൽ അവയുടെ വാഴ്ത്തലുകൾ, അവയുടെ തസ്ബീഹ്, അവയുടെ ഇബാദത്ത് അവ അവസാനിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരിക്കലും അത് അവസാനിപ്പിക്കാതെ അവസാന നിമിഷം വരെ ഈ ഒരു കർമ്മത്തിലായി കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ആവേശത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിങ്ങളൊക്കെ ഇന്നത്തെ വലിയ ഒരു സന്ദേശമായിട്ട് കേൾക്കേണ്ട ഒരായത്താണ്. അല്ലാഹ് പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചവരാണ്, വിജയിച്ചവർ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന് മാത്രമേ ഇത് പറയാൻ കഴിയൂ. ദീനിനു മാത്രമാണ് വിജയം ആർക്കാണെന്ന് അവകാശപ്പെടാൻ കഴിയൂ. ആ വിജയത്തിലേക്കല്ലേ ഹയ്യ അലൽ ഫലാഹ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജയത്തിലേക്കുള്ള വിളിയാണ് ബാങ്കിലെ വിളി. ഹയ്യ അലസ് സ്വലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. ആ വിളിയാണ്
നിസ്കാരത്തിലേക്ക് വിളിക്കുന്നതാണ് നിസ്കരിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിനേക്കാൾ മഹത്വമേറിയത് എന്ന് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സലാസത്തുൻ യൗമൽ ഖിയാമത്തു യൗമൽ ഖിയാമ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ്. റസൂലുള്ളാഹി പറയുകയാണ്, 3 വിഭാഗം ആളുകൾ, അവർ 3 വിഭാഗം ആളുകൾ പരലോകത്ത് മിസ്കിൻ മിൻ അസ്വദ്, കറുത്ത കസ്തൂരിയുടെ വലിയ സുഗന്ധത്തിലായിരിക്കും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. 3 വിഭാഗം ആളുകൾ. ലാ യഹൂലുഹും ഹിസാബുൻ, അവർക്ക് വിചാരണ ഉണ്ടാവുകയില്ല. വലാ യനാലഹും ഫസഉൻ, അവർക്കൊരു ഭയവും ഉണ്ടാവുകയില്ല. പരലോകത്ത് അവർക്കൊരു പേടിയോ ഒരു ഭയോ ഉണ്ടാവുകയില്ല. ഹത്താ യുഫ്റഗ ബൈനന്നാസ്, ജനങ്ങളെല്ലാവരും വിചാരണയിൽ നിന്ന് വിരമിക്കുന്നത് വരെ അവർക്കൊരു പേടിയോ ഒരു ഭയമോ ഒന്നും ഉണ്ടാവുകയില്ല. ഒന്നാമത്തെയാൾ റജുലുൻ ഖറഅൽ ഖുർആന ഇബ്തിഗാഅ വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതിയ ആൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തത്? ഉറക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനാണല്ലോ, ഖുർആൻ ഓതുന്നവനാണല്ലോ. എന്റെ സഹോദരിമാരെ, ആ ഖുർആൻ ഓതുന്നയാൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകും. 2, ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നയാൾ വ അമ്മ ബിഖൗമിൻ വഹും റാളൂൻ, നിസ്കാരത്തിന് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാൾ, എല്ലാവർക്കും സംതൃപ്തമായ രീതിയിൽ ഇമാമത്ത് നിൽക്കുന്നയാൾ. 3, വറജുലുൻ അസ്സന ഫീ മസ്ജിദിൻ, പള്ളിയിൽ ബാങ്ക് വിളിച്ചയാൾ, വദഅ ഇലല്ലാഹി അസ്സ വജല്ല, അവൻ അല്ലാഹുവിലേക്ക് വിളിക്കുകയും ചെയ്തു. ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ്, അവന്റെ പ്രീതി മാത്രമാണ് അവൻ കാംക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളയാൾ അല്ലാഹു തആല അവന് പരലോകത്ത് പ്രതിഫലം നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുക, മഹാന്മാര് പറയാറുണ്ട്, മോനെ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയമാണെന്ന് മഹാന്മാര് പറയാറുണ്ട്. കാരണം നീ ജനിക്കുമ്പോൾ നിന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കപ്പെടുകയാണ്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് വിളിക്കപ്പെടുകയാണ്. ഇനി ഒരു നിസ്കാരമല്ലേ ബാക്കിയുള്ളൂ. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അന്ന് നിനക്ക് വേണ്ടി ബാങ്കോ ഇഖാമത്തോ കൊടുക്കപ്പെടുന്നില്ല. നിന്റെ മയ്യിത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, എല്ലാവരും നിനക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു ഇഖാമത്തിന്റെയും ഒരു നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയമാണ്. ബാങ്കിന് വലിയ ഫളായിലുണ്ട്. ലാ യസ്മഉ നിദാഉൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസും വലാ ശൈഉൻ ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ. ഇവിടുന്ന് ഒരാൾ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് ഒരു ജിന്ന് കേട്ടാൽ, ഒരു മനുഷ്യൻ കേട്ടാൽ, ഏതെങ്കിലും ഒരു വസ്തുവോ ഏതെങ്കിലും ഒരു വ്യക്തിയോ കേട്ടാൽ, ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഈ മനുഷ്യന് വേണ്ടി സാക്ഷി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും നിങ്ങളത് ചെയ്യണം. റസൂലുള്ളാഹി പറയുകയാണ്, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സ്വല്ലാ അൻ യമീനിഹി മലക്കുൻ, അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കും, അവന്റെ ഇടതുഭാഗത്ത് വേറെ ഒരു മലക്ക് നിൽക്കും. അങ്ങനെ അവൻ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ സ്വല്ലാ വറാഅഹു കഅംസാലിൽ ജിബാലി മിനൽ മലായിക, അവന്റെ പിന്നിലൂടെ പർവ്വതങ്ങൾക്ക് സമാനരായി അല്ലാഹുവിന്റെ മലക്കുകൾ നിന്ന് നിസ്കരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതിഫലമാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനായിട്ട് ആരാണുള്ളത്? അത് ബാങ്ക് വിളിക്കുന്നവനെ സംബന്ധിച്ചാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാങ്ക് കേൾക്കുന്ന ആളുകൾക്കോ? നമ്മളൊക്കെ ബാങ്ക് വിളിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ.
ബാങ്ക് കേൾക്കുന്ന ആളുകൾക്കോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ സമിഅ്തുമുൻ നിദാ, നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ ഫഖൂലൂ മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, ആ ബാങ്ക് വിളിക്കുന്നയാൾ എന്താണോ പറയുന്നത് അത് നിങ്ങളും പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുമ്പോ അതിന് ഇജാബത്ത് ചെയ്യുക, അതിന് ശേഷമുള്ള ദുആ നടത്തുക, അതിലൂടെ ഈ പ്രതിഫലമൊക്കെ കരഗതമാക്കുവാൻ കഴിയും എന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിർവഹിക്കുന്ന ഈ കർമ്മം എന്ന് പറഞ്ഞാൽ അത് കേവലമായ ഒന്നല്ല, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തൗഹീദ് കഴിഞ്ഞാൽ മഫ്തറല്ലാഹു അലാ ഖൽഖിഹി ബഅദ തൗഹീദി അഹബ്ബ ഇലൈഹി മിനസ് സ്വലാഹ്. നിസ്കാരത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു നിർബന്ധമായ കർമ്മവും തൗഹീദിന് ശേഷം അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടില്ല. അങ്ങനെ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? മലക്കുകളോട് കുറെ ആൾക്കാരോട് സക്കാത്ത് കൊടുക്കാൻ പറയാം, മലക്കുകളോട് കുറെ ആൾക്കാരോട് നോമ്പ് നോൽക്കാൻ പറയാം. അതൊന്നുമില്ല. റസൂലുള്ള പറയുകയാണ്, മലക്കുകളുടെ കൂട്ടത്തിലുള്ളവരാരാ? ഫമിൻഹും റാക്കിഅ്, അവർക്കിടയിൽ റുക്കൂ ചെയ്യുന്നവരാണ്. വമിൻഹും സാജിദുൻ, അവർക്കിടയിൽ സുജൂദ് ചെയ്യുന്നവരാണ്. വമിൻഹും ഖായിമുൻ വഖാഇദ്, മലക്കുകൾക്കിടയിൽ നിൽക്കുന്നവരും ഇരിക്കുന്നവരുമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിസ്കാരം നിർവഹിക്കുമ്പോ അതുവരെ നമ്മുടെ ഇടയിലുണ്ടായ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു തആല പൊറുക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മരം കുലുക്കി അതിലുള്ള ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു വീണു. നിങ്ങൾ നിസ്കരിച്ചാൽ ഈ ഇലകളെ പ്രകാരം കൊഴിഞ്ഞു വീണുവോ അതുപോലെ നിങ്ങളുടെ ദോഷങ്ങളെ അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് പൊഴിച്ചു കളയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രസമുള്ള ഒരു ഹദീസ്. നിസ്കരിക്കുന്ന ഒരാൾക്ക് 3 പ്രതിഫലങ്ങൾ ഉണ്ടാകും. ഒരുപാടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു 3 പ്രത്യേക കാര്യങ്ങൾ നിസ്കരിക്കുന്ന ആൾക്കുണ്ടാകും. ഒന്ന്, അൽബിറു യതനാസറു അലൈഹി മിൻ അനാനിസ് സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല അവന് നിരവധി ബറക്കത്തുകൾ നൽകി കൊടുക്കും. അവൻ അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കും. അവൻ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു തആല നൽകും. 2, വമലായികതുഹു യഹഫൂന ബിഹി, നിസ്കരിക്കുന്ന ഒരാളെ അല്ലാഹുവിന്റെ മലക്കുകൾ പൊതിയും. 3, വമുനാദി യുനാദി, ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്. ലൗ യഅലമുൽ അബ്ദു, ഈ അടിമാറിയുകയായിരുന്നുവെങ്കിൽ മയ്യുനാജി മയ്യുനാജി, നിസ്കരിക്കുന്ന സമയത്ത് ആരോടാണ് അവൻ സംഭാഷണം നടത്തുന്നത് എന്ന് ഈ അടിമ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് എല്ലാവരും മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ. ഈ ധർമ്മഗീതങ്ങളുടെ മനോഹരമായ സുഗന്ധം പരിലസിക്കുന്നതിന് കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാണ്, ഇത് ശീലിപ്പിക്കണം. നമ്മളിത് ശീലാക്കിയത് ആര് കാരണത്താലാണ്? നമ്മളുടെ മാതാവും നമ്മളുടെ പിതാവും കാരണത്താലാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അത് കാരണത്താലാണ്. ഇന്ന് ശീലിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നെവിടെയാണ് ശീലിക്കുന്നത്? വളരെ കുറവ്. ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ ഞാൻ ഇത് സംബന്ധമായിട്ടൊരു ഗവേഷണം നടത്തി. 7 വയസ്സായപ്പോൾ നിസ്കരിക്കാൻ തുടങ്ങിയവരാരാണ് എന്ന് ചോദിച്ചു.
കുറവാണ്. ഇനി 7 മുതൽ തുടങ്ങിയാൽ തന്നെ അവർ സ്കൂളുകളിൽ പോകുന്നവരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളിൽ പോകുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, സ്കൂളുകളിൽ പോയാൽ അവർ നിസ്കരിക്കാറുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അവര് നമ്മളുടെ മക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിതാവേ, നിങ്ങളുടെ ബാധ്യതയാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ബാധ്യതയാണ്. 7 വയസ്സായാൽ നിസ്കരിക്കാൻ നിങ്ങൾ അവരോട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ അവരെ അടിക്കുകയും വേണമെന്ന് മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും നന്നായി പഠിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് തയ്യാറാകുന്നു അതിന്റെ പേരിൽ അടിക്കാൻ? ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ വീട്ടിലെ ഒരു വലിയ അജണ്ടയായിട്ടെടുക്കുക. 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 2-3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവനെ സംബന്ധിച്ച് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. 7 വയസ്സാവാൻ പോവാണ് അവൻ അടുത്ത മാസം. ഇവൾക്ക് 7 വയസ്സാവാൻ പോവാണ്. ഇവൻ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. അവനൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക. പിതാക്കളെ, ഉമ്മമാരെ, അവരുടെ മനസ്സിൽ ഈ നിസ്കാരം വലിയ ഒരു സങ്കല്പമാക്കി നിങ്ങൾ വളർത്തിക്കൊടുക്കണം. അല്ലെങ്കിലും നിങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ പിരടിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നുണ്ടാകും. നിസ്കരിക്കുന്ന വീടുകളാണെങ്കിൽ അങ്ങനെയായിരിക്കും. അനുഭവമില്ലേ? നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോ നിങ്ങളുടെ പെരടിയിൽ വന്നിട്ട് അവര് കയറി നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ അവർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. 10 വയസ്സായി. നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ അടിക്കണം. ഇല്ലെങ്കിൽ മുഅ്മിനേ, നമ്മൾ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ആ മക്കളിൽ നിന്നൊരു ഗുണവും നമുക്കുണ്ടാവില്ല. അവനാണ് മദ്യപാനിയാവുക, അവനാണ് വ്യഭിചാരിയാവുക, അവനാണ് തിന്മയുടെ വക്താവാവുക, അവനാണ് വേണ്ടാവൃത്തിയുടെ ആളാവുക. എന്തുകൊണ്ടെന്നാൽ ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരം നിങ്ങളെ മ്ലേച്ഛമായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും തടയും എന്ന് ഖുർആൻ. നിസ്കരിക്കുന്ന ഒരാളിൽ നിന്ന് വൃത്തികേടുകൾ ഉണ്ടാവില്ല, വേണ്ടാത്തരങ്ങൾ ഉണ്ടാവുകയില്ല. അവൻ മദ്യപാനിയാവില്ല, അവൻ വ്യഭിചാരിയാവില്ല. റസൂലുള്ളാഹി പറയുകയാണ്, അറഅയ്തും ലൗ അന്ന നഹ്റകും ലൗ അന്ന നഹ്റം ബിബാബി അഹദികും. നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക. നിങ്ങൾ അതിൽ ദിവസവും 5 നേരം കുളിക്കുന്നുണ്ട്. ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ. അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ? എല്ലാവരും പറഞ്ഞു, ഇല്ല നബിയെ, ഒരഴുക്കും ശേഷിക്കുകയില്ല. ഹബീബ് പറയുകയാണ്, എന്നാൽ അപ്രകാരമാണ് 5 വഖ്ത് നിസ്കാരം. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. അവന്റെ ദോഷങ്ങൾ മുഴുവൻ അല്ലാഹു തആല അവനെ കൊണ്ട് പുറത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മക്കളിൽ അങ്ങ് നിലനിർത്താൻ നമുക്ക് സാധ്യമാവണം. എന്തേ മക്കൾ മൊബൈലിന്റെ അടിമകളാകുന്നു? എന്തേ അവർ അനാവശ്യമായ കാഴ്ചകൾ കാണുന്നു? എന്തേ സിനിമ തൽപരരായിട്ട് മക്കൾ മാറുന്നു? എല്ലാ ദുഷ്ടരീതികളുടെയും അടിമകളായിട്ട് മക്കൾ എന്തേ മാറുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ അവരെ നിസ്കരിക്കാൻ പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് ഒരു ദാസന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വീട്ടുകാരിയാണ്. വീട്ടിൽ പണിക്ക് വന്നിരുന്ന ദാസന്റെ കൂടെ സമ്പന്നയായ ഒരു മാതാവിന്റെ പുത്രിയായ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി. കാലങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്ത് ആ പെൺകുട്ടിയെ കണ്ടു. അവരുടെ വീട്ടിൽ പോയി. അവൾ പാർവതിയാണ്. പാർവതി പറയാൻ തുടങ്ങി, എന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്റെ പ്രിയപ്പെട്ട മാതാവ് തന്നെയാണ്. ഇതിനെല്ലാം ഏറ്റവും വലിയ കാരണക്കാരിയായിട്ടുള്ളത് എന്റെ മാതാവാണ്, വേറെ ഒരാളുമല്ല. എന്തേ? മാതാവ് ബാങ്കിൽ പോകുന്ന തിരക്കിലായിരുന്നു, ഷോപ്പിങ്ങിന്റെ തിരക്കിലായിരുന്നു. എന്ന് പോവുകയാണെങ്കിലും എന്റെ വീട്ടിൽ ഈ ദാസൻ പണിക്ക് നിൽക്കുമ്പോ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ പോകാറുള്ളത്. ഞാൻ ഒന്ന് അങ്ങാടി പോയി വരാ,
എനിക്ക് വേറെ ഒരു പണിയുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇന്ന കുടുംബത്തിൽ പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് എന്റെ മാതാവ് പോകും, എന്നെ അവർ നിസ്കരിപ്പിച്ചില്ല, എന്നെ അവർ അമലുകൾ പ്രേരിപ്പിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല, ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇതുപോലുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ എന്റെ യുവാക്കളെ, സുഹൃത്തുക്കളെ, നമുക്കിടയിൽ സംഭവിക്കുകയാണെങ്കിൽ നിസ്കാരം ചെറുപ്പത്തിലെ ശീലിച്ചവരിൽ നിന്ന് അതുണ്ടാവില്ല. നിങ്ങളൊക്കെ വന്നിരിക്കുന്നവരാണ്, നിങ്ങൾ നിസ്കരിക്കുന്നവരായതുകൊണ്ടാണ്. അതിന്റെ ഒരു സംസ്കൃതി നിങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. മൻ ലഖിയല്ലാഹ വഹുവ മുളയ്യിഉൻ ലിസ്സലാഹ്, നിസ്കാരം ഒഴിവാക്കുന്നവനായി ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ലം യഅബഇല്ലാഹു ബിശൈഇൻ മിൻ ഹസനാതിഹി, പിന്നെ അല്ലാഹു അവന്റെ വേറെ ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. പേടി വേണം നമുക്ക്. നമ്മൾ കുറെ സ്വതക്ക ചെയ്യുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, നിസ്കാരമില്ലേ, എന്നാൽ പിന്നെ അല്ലാഹുവിന് നിന്റെ വേറൊരു കർമ്മവും വേണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി ഇങ്ങനെ സ്വഹാബികളോട് പറയുകയാണ്, സ്വഹാബികളെ, ഇന്ന ബൈന യദൈൽ ഖൽഖി ഖംസു അഖബാത്, തീർച്ചയായും ഒരിക്കലും വിട്ടുകടക്കാൻ കഴിയാത്ത 5 കടമ്പകൾ നിങ്ങൾക്കിടയിലുണ്ട്. അത് യഥാവിധി വിട്ടുകടക്കാൻ ഒരാൾക്കും കഴിയില്ല. ഏതെല്ലാമാണ് ആ 5 കടമ്പകൾ? ലാ യഖ്തഉഹാ കുല്ലു മാമിരിൻ മഹ്സൂൽ, എത്ര തടിയുള്ളവനാണെങ്കിലും എത്ര മെലിഞ്ഞവനാണെങ്കിലും അവന് ആ 5 കടമ്പകളും വിട്ടുകടക്കാൻ കഴിയില്ല. ഇതങ്ങോട്ട് കേട്ടപ്പോ കരഞ്ഞുപോയി. ആര്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. നബിയെ, ഞാൻ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുമ്പോ ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അള്ളാഹുവിന്റെ റസൂലേ, ഖുല്ലി അബീ ബക്കർ മാ സമിഅ മിനൽ അറബി, അറബികൾ സാധാരണ പറയുന്ന ഈ കാര്യം നിങ്ങൾ അബൂബക്കറിനോട് പറയണം. എന്താ അത്? കുല്ലു ദാഇൻ ലഹു ദവാ, എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ മരുന്നുണ്ട്. അപ്പൊ എല്ലാ കടമ്പകളും വിട്ടുകടക്കാൻ നിങ്ങൾ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂല് പിന്നെ പറയുകയാണ്, മൻ സ്വല്ലാ സ്വലാത്തൽ ഫജ്രി, ആരെങ്കിലും സുബ്ഹ് നിസ്കാരം നിർവഹിച്ചാൽ ഹാന അലൈഹിൽ മൗത്ത്. അപ്പൊ ഒന്നാമത്തെ കടമ്പ അതാണ്, മരിക്കുക. അവന്റെ മേൽ മരണം എളുപ്പമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹ് നിസ്കരിച്ചാൽ മരണവും അതിന്റെ എല്ലാ പ്രതിസന്ധിയും അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ളുഹർ നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ ഖബറു വളീഖു, അവന് ഖബറിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ പേടിയാണ് മുനാഫിഖുകൾക്ക്. ഏറ്റവും പ്രയാസമുള്ള 2 നിസ്കാരങ്ങൾ, ഒന്ന് അസ്ർ നിസ്കാരവും മറ്റൊന്ന് സുബ്ഹ് നിസ്കാരവുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ അതിലുള്ള പ്രതിഫലം അല്ലാഹു അവർ നൽകുന്ന പ്രതിഫലം അവർക്കെങ്ങാനും അറിയിച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വ, ഇഴഞ്ഞിട്ടാണെങ്കിലും അവരാ നിസ്കാരത്തിന് വേണ്ടി വരുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അസ്ർ നിസ്കരിച്ചാൽ, നേരത്തെ ളുഹർ നിസ്കാരമാണ് ഞാൻ പറഞ്ഞത്, ളുഹർ നിസ്കരിച്ചാൽ ഖബർ എളുപ്പമാകും. ആരെങ്കിലും അസ്ർ നിസ്കരിച്ചാൽ മുങ്കറിന്റെയും നക്കീറിന്റെയും ചോദ്യം അല്ലാഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. വമൻ സ്വല്ലാ സ്വലാത്തൽ മഗ്രിബ്, ആരെങ്കിലും മഗ്രിബ് നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ മീസാനു വഖിഫത്തു, അവൻ അല്ലാഹു നന്മയും തിന്മയും തൂക്കുന്ന മീസാനുകൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഇശാ നിസ്കരിച്ചാലോ ഹാന അലൈഹിസ് സിറാത്ത്, അല്ലാഹു അവന്
സിറാത്ത് പാലം എളുപ്പമാക്കി കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്, എല്ലാ മതത്തിനും പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാവൂരിലെ പള്ളിയിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലാ മരങ്ങളിൽ നിന്നും അതുപോലെ വഴിവക്കുകളിൽ നിന്നും കിളികൾ ഇങ്ങനെ കളകളാരവം മുഴക്കുന്നു, പക്ഷികൾ പാടുന്നു, പറവകൾ യാത്രയാവുന്നു, അല്ലേ? അവക്കൊരു പ്രശ്നമല്ല, അവക്ക് സുബഹിക്ക് ഉറക്കൊന്നുമില്ല, എല്ലാവരും എണീറ്റിട്ടുണ്ടാവും. എല്ലാ മതങ്ങളിലും അത് ഭയങ്കരമാണ്, എല്ലാ മതങ്ങളിലും അത് ശ്രേഷ്ഠമാണ്, അത് ഉന്നതമാണ്. എല്ലാ മതങ്ങളും പറയുന്നത് ആ സമയത്ത് നിങ്ങൾ ധ്യാന നിമഗ്നരാവാരാണ്. എന്നാ ഇസ്ലാം പറയുന്നു നിങ്ങൾ ആ ധ്യാനം കുറെ മുമ്പേ തുടങ്ങണം. സുബഹി നിസ്കാരം പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആ നിസ്കാരം നിർവഹിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ദീൻ പറയുന്നത്. അതാരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവന്റെ ഈമാനിന്റെ ശോഭ അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും എന്നാണ്. ആരെങ്കിലും ളുഹർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് കച്ചവടത്തിന്റെ സമയമാണല്ലോ, ജീവിതോപാധിയുടെ സമയമാണല്ലോ, അവന്റെ ജീവിതോപാധിയെ അല്ലാഹു തആല അകറ്റിക്കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അസ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ആരോഗ്യത്തെ അല്ലാഹു തആല ചോർത്തിക്കളയും. മഗ്രിബിന്റെ സമയം വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വരുന്ന സമയമാണ്. മഗ്രിബിന്റെ സമയത്ത് അവൻ ആ നിസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന് സമാധാനം ഉണ്ടാവില്ല, കുടുംബം കൊണ്ട് അവന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഇശ അവൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് സമാധാനം ഉണ്ടാവില്ല എന്ന് മഹാന്മാര് പറഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹു നമുക്ക് നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കാമീൻ പറയൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ ഹാഫള അലൽ ഖംസി, ആരെങ്കിലും ഈ 5ന്റെ മേലിൽ കൃത്യമായി പരിപാലിക്കുന്നവനാണ് എങ്കിൽ ബിഇക്മാലി തുഹൂരിഹാ വമവാഖീതിഹാ, അതിലെ സമയം, അതിന്റെ ശുദ്ധി, അങ്ങനെ ചെയ്താൽ കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അതവൻ ഒരു വെളിച്ചമാകും, അന്ത്യദിനത്തിൽ അതവൻ ഒരു പ്രകാശമാകും, അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വെളിച്ചം നൽകുവാൻ, ഒരു തെളിവ് നൽകുവാൻ അതവന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടപ്പെടുത്തിയാലോ ഖിയാമത്ത് നാളിൽ അവന് വെളിച്ചമില്ല, അവന് തെളിവില്ല. അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വരുന്നത് അവൻ ഫിർഔനിന്റെ കൂടെയാണ്, അവൻ ഹാമാനിന്റെ കൂടെയാണ്, അവൻ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം, അത് നിർവഹിക്കാൻ. എന്താ കാരണം എന്നറിയോ? മിഅ്റാജ് എന്ന് പറഞ്ഞാൽ സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അല്ലാഹുവിലേക്ക് അത്രയും അടുത്ത ഒന്നാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതുപോലെ ഒരടുപ്പം, അതുപോലെ ഒരു ബന്ധം അല്ലാഹുവുമായി മുനാജാത്തിലൂടെ സാധ്യമാകുന്ന അമലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ ഒരു അനുഭൂതി അല്ലാഹു തആല അവർക്ക് വേറെ നൽകുകയില്ല. അതുപോലെ ഒരു അനുഭൂതി ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം 60,000 ചിന്തകളാണത്രേ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. 60,000 ചിന്തകൾ. ഈ ചിന്തകളെ മുഴുവൻ ഏകാഗ്രമാക്കുക എന്നതാണ് നിസ്കാരത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്.
ഈ ചിന്തകളെ മുഴുവൻ ഏകാഗ്രമാക്കുക, ഒന്നിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. ഈ ചിന്തകൾ ഏകോപിപ്പിക്കുക എന്നുള്ളതിന് ഉദാഹരണം അവർ പറയാറുള്ളത്, സൂര്യന്റെ രശ്മികൾ മുഴുവൻ ഒരു ലെൻസിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിച്ചാൽ, അത് നിങ്ങളുടെ കോർഡിനേറ്റ് ചെയ്താൽ തീ ഉണ്ടാകും, കരിഞ്ഞു പോകും എന്നതുപോലെ ചിന്തകൾ മുഴുവൻ ഏകാഗ്രമാക്കുക, അതിനെ മുഴുവൻ അങ്ങ് കോർഡിനേറ്റ് ചെയ്യുക. അതാണ് നിസ്കാരത്തിലൂടെ സാധ്യമാകുന്നത്. സമാധാനം അത് നിസ്കാരത്തിലൂടെ മാത്രമാണ്. ഇന്ന് ലോകത്ത് സമാധാനത്തിന് വേണ്ടി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ നടക്കുന്നു, യോഗയുടെ കേന്ദ്രങ്ങൾ നടക്കുന്നു, അല്ലേ? ധ്യാനവും യോഗവും ഒക്കെ പലപ്പോഴും നമ്മൾ ടിവിയിലൂടെ, മാധ്യമങ്ങളിലൂടെ അതിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ അറിയാറുണ്ട്. ആരോഗ്യമാസികകൾ വായിക്കുകയാണെങ്കിൽ അതിൽ 1-2 പേജ് യോഗയ്ക്ക് വേണ്ടിയും അപ്രകാരം ധ്യാനത്തിന് വേണ്ടിയും മാത്രം മാറ്റിവെച്ചിട്ടുണ്ടാകും. എന്തേ കാരണം? ഈ ലോകത്ത് മനുഷ്യന് സമാധാനമില്ല. രോഗം, അപ്രകാരം സാമ്പത്തിക നഷ്ടം, ചെയ്യുന്ന കാര്യത്തിൽ തന്നെ പേടി. ഒരു കാറിൽ അവൻ യാത്ര ചെയ്യാണ്, നല്ല കാറാണ്, പക്ഷെ അവന് പേടിയാണ്. കാരണം എന്താ? അവൻ മാസം